അത്തയമ്മുമു തയമ്മുമിൻ്റെ കിതാബ്. അമ്മ യൗമു അമ്മൻ ഫഅലുൻ ഖിയാസു മസ്തരിൽ മുഅദ്ദ മിൻ സലാസത്തിൻ കറദ്ദ റദ്ദ. അമ്മ ഉദ്ദേശിച്ചു, യൗമു ഉദ്ദേശിക്കുന്നു, അമ്മൻ ഉദ്ദേശ്യം. അതിൽ നിന്ന് തഫഉൽ വസ്നെടുക്ക്. തഫഉൽ തഅമ്മമ, അതിന്റെ തഫഉൽ മസ്തറെടുക്ക്. തഅമ്മും, തഅമ്മും തഖ്ഫീഫിന് വേണ്ടി ഹംസയെ യാക്കി മാറ്റി. തയമ്മും, തയമ്മും ഖസ്ദ്, ഖസ്ദ് സിദ്ധിക്കൽ. അന്നേരം തന്നെ തയമ്മം ചെയ്യുക എന്നർത്ഥം പറയാൻ പാടില്ല. യമ്മമ കരുതിന്ന് മാത്രമാണ്. ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ, ഫതയമ്മമു നിങ്ങൾ തയമ്മം ചെയ്തോളി. ഇപ്പം തന്നെ തയമ്മം ചെയ്തോളി. നിങ്ങൾ കണ്ടുപിടിക്കേ സഈദ മണ്ണിനെ. ആ തൈരീഫ് ഡെഫിനിഷൻ എന്താ? അൽ ഖസ്ദു ഇല സഈദി, മണ്ണിലേക്ക് കരുതുക. ലിമസ്ഹിൽ വജ്ഹി വൽ യദൈനി, മുഖവും രണ്ട് കൈയും തടവാൻ വേണ്ടി. എങ്ങനെ തടവുക? ബിനിയ്യത്തി ഇസ്തിബാഹത്തി സ്വലാത്തി, നമസ്കാരം അനുവദനീയമാക്കുന്നു എന്ന നിയ്യത്തോടുകൂടി. വനഹവിഹ, അതുപോലത്തെ നിയ്യത്തോടുകൂടി അല്ലേ? അൽ ഖസ്ദു ഇല സ്വഈദ്, സ്വഈദിലേക്ക് കരുതുക. എന്തിനു വേണ്ടി? ലിമസ്ഹിൽ വജ്ഹി വൽ യദൈനി, മുഖവും രണ്ട് കൈയും തടവാൻ വേണ്ടി. എങ്ങനെ തടവാൻ വേണ്ടി? വിനിയ്യത്തി ഇസ്തിബാഹത്തി സ്വലാത്തി, വിനിയ്യത്തി ഇസ്തിബാഹത്തി സ്വലാത്തി, നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന നിയ്യത്ത്. വനഹവിഹാ, ഇസ്തിബാഹത്തിന്റെ മേലെ എത്തിപ്പ് അല്ലേ? നിയ്യത്ത് തയമ്മുമിൽ നിർബന്ധമാണ് എന്ന് ഹനഫിക്കാർ പോലും പറയുന്നുണ്ട്. സാധാരണ നിയ്യത്ത് വേണ്ട എന്ന് മറ്റുള്ളിടത്തെല്ലാം പറഞ്ഞവരാണ്. ഒന്നുമില്ല, കുളിയിൽ എല്ലാം പറഞ്ഞ് സമർത്ഥിച്ച് അവർ പറയും തയമ്മുമ് എന്തെങ്കിലും ഒരു കുറിക്ക് കൊള്ളണ്ടിക്കൽ എന്ത് വേണം? എന്താണ് അതിന് കാരണം പറയുന്നത്? അതിൻ്റെ ലഫ്ളിൽ തന്നെ കരുതുക എന്നത് വിളിച്ചറിയിച്ചു പോലും. അമ്മയവുമു, അതുകൊണ്ട് തയമ്മം സ്വാദിഖാവണ്ടിക്കൽ സഹിയാവണ്ടിക്കൽ തന്നെ എന്ത് ചർത്താക്കപ്പെടും? ആ ഒളൂലിൽ വേണ്ട, ഊസ്ലിൽ വേണ്ട. അവിടെ നിയ്യത്ത് വെക്കുന്നത് പ്രതിഫലം വാരിക്കോരാൻ വേണ്ടി മാത്രമാണ്. അമല് സ്വഹിയാകാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ട? നിയ്യത്ത് വേണ്ട. പിന്നൊരു കാരണം അവർ പറഞ്ഞത് വെള്ളത്തിൻ്റെ ഉപയോഗം ഹിസ്സിയാണ്. ഇസ്തിമാലിൽ തഹാറത്തുൻ ഹിസ്സിയ, പ്രത്യക്ഷമായി കാണപ്പെടുന്ന ഉപയോഗമാണ്. ഏത്? ആ മണ്ണോ സങ്കല്പം മാത്രമാണ്. അവിടെ എന്ത് ശുദ്ധീകരണ ഉള്ളത്? ശുദ്ധീകരണം ഉണ്ട്. നിങ്ങൾ പറഞ്ഞത് നമ്മൾ കേട്ടത് മാത്രമാണ്. കാണാൻ എന്തേ ഉള്ളൂ? കോലക്കേടുള്ള മണ്ണും പൊടിയേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ നിയ്യത്ത് വെച്ചെങ്കിൽ മാത്രമേ സ്വഹിയാവുള്ളൂ. ഏത്? തയമ്മും. അങ്ങനെ തഫഉൽ, തയമ്മല്ല, തഫഅലല്ല, തഫഉൽ. തയമ്മും എന്നത് ഈ സമുദായത്തിന്റെ കുത്തകയാണ്. ഉഅ്തീതു ഖംസൻ ലം യുഅ്തഹുന്ന അഹദുൻ മിനൽ അംബിയാഇ ഖബ്ലി, എനിക്ക് നൽകപ്പെട്ടു 5 കാര്യങ്ങൾ എൻ്റെ മുമ്പുള്ള ഒരു പ്രവാചകന്മാരിൽ ആർക്കും തന്നെ അത് നൽകപ്പെട്ടോ? അങ്ങനത്തെ 5 എണ്ണം. അതേതാ 5 എണ്ണത്തിൽ? ഒന്ന് വജുഇലത് ലിയൽ അർളു മസ്ജിദൻ വതഹൂറാ, ആ 5ൽപ്പെട്ട ഒന്നാണ് എനിക്കാക്കപ്പെട്ടു ഭൂമി, പള്ളിയാക്കപ്പെട്ടു, ശുദ്ധീകരണ വസ്തുവാക്കപ്പെട്ടു. ഈ സമുദായത്തിന് എന്തൊരു സൗകര്യമാണ് അള്ളാഹു ചെയ്തത്. മുൻകഴിഞ്ഞ എല്ലാ സമുദായത്തിനും
മസ്ജിദ് ഷർത്താണ് ഇബാദത്തിന്. നമ്മൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടോ? മസ്ജിദ് ഇന്ന് ഷർത്തുണ്ടോ? ഇല്ല. അതുപോലെ ശുദ്ധീകരണ വസ്തുവായിട്ട് വെള്ളമാണ് മറ്റുള്ളവർക്കെല്ലാം കൊടുത്തിട്ടുള്ളൂ. മണ്ണ് ശുദ്ധീകരണ പദാർത്ഥമായി അംഗീകരിക്കപ്പെട്ടു. ബുഖാരി, മുസ്ലിം. ബൈഹഖി റിവായത്ത് ചെയ്യുന്നു, ഫഅയ്യുമാ റജുലിൻ മിൻ ഉമ്മത്തിഹി അതസ്സലാ ഫലം യജിദ് മാഅൻ വജദൽ അർള തഹൂറൻ വമസ്ജിദാ. ബൈഹഖി. എൻ്റെ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ നമസ്കാരത്തിൻ്റെ ഘട്ടം ആസന്നമായി, എന്തെത്തിച്ചില്ല? വെള്ളം. എന്നാൽ അവൻ എത്തിക്കുന്നതാണ് ഭൂമിയെ തഹൂറൻ വമസ്ജിദൻ, ശുദ്ധീകരണ വസ്തുവായിട്ടും. ഇവിടെ നിന്നാണ് മറ്റുള്ള മദ്ഹബുകാർ ഭൂമിയിൽ എന്തും മതി, പൊടിമണ്ണ് എന്ന് അങ്ങനെ കണക്കൊന്നുമില്ല, പൗഡർ എന്നതില്ല എന്ന് പിന്നീട് സമർത്ഥിക്കുന്നുണ്ട്. അർന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ശ്രദ്ധിക്ക്, ഈ പറഞ്ഞ രണ്ട് മസലയിൽ രണ്ട് ഹദീസിലും ഭൂമിയാക്കപ്പെട്ടു എന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞത് അൽ ഖസ്തുയിലെ സ്വയീദി എന്നാ പറഞ്ഞത്, പൊടിമണ്ണ് എന്നല്ല പറഞ്ഞത്. ഭൂമി എന്നാണ് സ്വയീദിന്റെ അർത്ഥം, ഉപരിതലം ഇത്. അപ്പൊ ആ ചർച്ച അവിടെ വരും. എൻ്റെ സമുദായത്തിൽ ആരെങ്കിലും നമസ്കാരത്തിന് ഉദ്ദേശിച്ചു എങ്കിൽ അവൻ നിൽക്കുന്നിടത്ത് തന്നെ അവന് ഇബാദത്തിന്റെ കേന്ദ്രമുണ്ട്, ശുദ്ധീകരണ വസ്തുവുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റിവായത്ത് ചെയ്ത ഹദീസ്. തയമ്മും എന്നത് കിതാബ് കൊണ്ട്, ഖുർആൻ കൊണ്ട്, സുന്നത്ത് കൊണ്ട്, ഇജ്മാഉൽ ഉമ്മ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. 3 ഘടകങ്ങളാണ് ഇതിനുള്ളത്: കിതാബ്, സുന്നത്ത്, ഇജ്മാ. അജ്മഉ അലാ അന്നഹു മുഖ്തസ്സുൻ ബിൽ വജ്ഹി വൽ യദൈൻ. തെറ്റിദ്ധാരണ ചെറിയ ശുദ്ധിക്ക് വേണ്ടിയിട്ടാകുമ്പോഴാണ് മുഖത്തും കൈക്കും തൈമം ചെയ്യൽ. വലിയ ശുദ്ധിയാകുമ്പോൾ മണ്ണിലൊന്ന് വീണ് തരയണം, എല്ലായിടത്തും എന്താകണം, എല്ലായിടത്തും ഒന്ന് പൗഡറാക്കണം. അങ്ങനെ നടത്തിയവരുണ്ട്. ജനാപത്തല്ലേ, അപ്പോൾ എല്ലായിടത്തും വേണ്ടേ? വെള്ളം എത്തിയതുപോലെ ലാഹിരിയായ എല്ലാ സ്ഥലത്തും മണ്ണ് കൊണ്ട് പിടിപ്പിച്ചവർ വേണോ? വൈകാനൽ അദസു അക്ബറ. അശുദ്ധി വലിയതാണെങ്കിലും ശരി, ഭൂലോകത്തുള്ള മുഴുവൻ ആളും സമ്മതിച്ചതാണ്. എന്ത്? മുഖത്തും കൈക്കും മാത്രമേ എന്തുള്ളൂ? മുല്ല അലി അൽ ഖാരി റഹ്മത്തുള്ളാഹി പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അനുഭവം വെച്ചോ. ഇനി താഴെ പറയുന്ന അനുഭവം മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ യാത്ര പോയ ഒരു സംഭവം. മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് അന്ന അബ്ദുറഹ്മാൻ ബിൻ ഖാസിം റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് അൻ അബീഹി, അവരുടെ പിതാവായ ഖാസിം എന്നവരെ തൊട്ട് അൻ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് അന്നഹാ ഖാലത്ത്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഖറജ്നാ മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖറജ്നാ, നമ്മൾ പുറപ്പെട്ടു. ആരോടൊപ്പം? ഏത് സഫർ പോകുമ്പോഴും ഭാര്യമാരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുപ്പ് നടത്തി കൂട്ടും. ആരെ അംശത്തിലാണോ ആ മെമ്പർഷിപ്പ് വന്നത് അവരെ കൂട്ടും. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കൂട്ടി. ഫീ ബഅദി അസ്ഫാരിഹി സഫറുൻ സഫറാനി അസ്ഫാർ, യാത്രകളിൽ ഏതോ ചില യാത്രയിൽ. അത് ഗസ്വത്ത് ബനിൽ മുസ്തലിഖാണ്. ഗസ്വത്ത് ബനിൽ മുസ്തലിഖ്, അതിനാണ് ഗസ്വത്തുൽ മുറൈസി എന്ന് പറയുന്നത്. ഹിജ്റ 6-ാം വർഷം 5ന്റെ ലാസ്റ്റ്
6ന്റെ തുടക്കത്തിൽ ഉണ്ടല്ലേ, സനത്ത സിറ്റിൻ തന്നെ പറയാം. അത്രയും സമാപനത്തിലെത്തി 5ന്റെ. അതാ ചില കിതാബിൽ 5 എന്നെല്ലാം പറഞ്ഞു കാണും. 5ന്റെ അക്സാകായത്തിലെത്തി തെറിച്ചു നിൽക്കുന്ന 6ലേക്ക് കണ്ടോ. ഈ ബഅദ് അസ്ഫാർ കൊണ്ടുള്ള മുറാദ് ഗസ്വത്ത് ബനിൽ മുസ്തലിഖാണ്, അഥവാ ഗസ്വത്തുൽ മുറൈസിയ തന്നെയാണ് എന്ന് അത്തമുഹീദിലില്ലേ, ഇസ്തിദ്കാറിലില്ലേ, ഇബ്നു സഅദിന്റെ തബഖാത്തിലില്ലേ, ഇബ്നു ഹിബ്ബാനിലുണ്ട്. അതിൽ പറയുന്നു ഗസ്വത്ത് മുസ്തലിഖിലാണ് വഖഅത്ത് ഖിസ്സത്തുൽ ഇഫ്കി ബിസബബി വഖൂഇ ഇഖ്തിഹാ അയ്ളൻ. അത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ പഞ്ചല് പറഞ്ഞില്ലേ, ആ സംഭവവും ആയത്തു തയമ്മും രണ്ടും ഒന്നാണോ രണ്ടാണോ? ഇതേ സംഭവത്തിലാണ് ഖിസ്സത്തുൽ ഇഫ്ക്, മാല പൊട്ടിയിട്ട് തിരയാൻ നിന്ന കാരണം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു യാത്രയിൽ തന്നെ 2 പ്രാവശ്യം മാല പൊട്ടിയിട്ടുണ്ട്, ജനങ്ങൾക്ക് പ്രശ്നമായിട്ടുമുണ്ട് എന്ന് വെക്കേണ്ടി വരും. മാല പൊട്ടി വീണ് മാല പറക്കിയെടുത്ത്. കാരണം ശകാരങ്ങളിൽ പ്രത്യേകം പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം മാല പൊട്ടിയിട്ട് നേരത്തെ കളിച്ച്, ഇനി ഇപ്പോഴും നമ്മളെ കളിപ്പിച്ചില്ലേ. അപ്പോൾ ഒരേ സഫറിൽ തന്നെ എന്തായി, 2 പ്രാവശ്യം മാല പൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. രണ്ടും 2 സംഭവമാണോ അല്ലേ എന്നുള്ളിടത്താണ് ഇപ്പൊ സംശയം. 2 വട്ടം മാല പൊട്ടിയിട്ടുമുണ്ട്, പ്രശ്നമായിട്ടുമുണ്ട്, ജനങ്ങൾ അവിടെ മുടങ്ങി നിൽക്കേണ്ടിയും വന്നിട്ടുണ്ട്. താരീഖ് മുഹമ്മദ് റസൂലുള്ളാഹി സമർത്ഥിക്കുന്നു, മാല കാണാതായത്, മാല പൊട്ടിത്തെറിച്ച് കാണാതായത് ഗസ്വത്ത് ബനിൽ മുസ്തലിഖ്. അന്ന് തന്നെയാണ് ഇഫ്കും നടന്നത്, അന്ന് തന്നെയാണ് ആയത്തു തയമ്മും ഇറങ്ങിയത്. ചരിത്രത്തിൻ്റെ കിതാബ് താരീഖ് മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷേ ഈ പ്രസ്താവന മുഅ്തമദല്ല. മുഅ്തമദാണെങ്കിൽ മാല 2 വട്ടം പോയിട്ടുണ്ട് ഇതേ സംഭവത്തിൽ. ഒരു അനുഭവത്തിൽ തന്നെ 2 വട്ടം കുടുങ്ങിയിട്ടുണ്ട് എന്ന് വെക്കണം അല്ലേ. താരീഖ് മുഹമ്മദ് റസൂലുള്ളാഹി വാദിക്കുന്ന 2 പ്രാവശ്യം മാല കാണാതായത് 2 സംഭവം പോലെ പെരുപ്പിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് സംഭവം ഒന്നേ ഉള്ളൂ, അതിൽ തന്നെയാന്ന് പോലെ ഇഫ്കും ഉണ്ടായത്. വെഞ്ചല്ലി അതിൽ തന്നെയാന്ന് പോലെ ആയത്തിൻ്റെ തയമ്മുമിൻ്റെ ആയത്തിറങ്ങിയത് അല്ലേ അല്ല. തഅദ്ദുദുൽ വാഖിയത്താണ്, 2 യാത്രയാണ്. ആദ്യത്തേത് ഖിസ്സത്തുൽ ഇഫ്ക് പെഞ്ചല് സംഭവം, രണ്ടാമത്തേത് നുസൂലു തയമ്മും. 2ലും മാലൻ്റെ ലാപ്സുണ്ട്. അതിനൊരു ഉദാഹരണം പറയുന്നത് തബറാനീൻ്റെ റിവായത്താണ്. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ വിവരിച്ച ഒരു ഹദീസ് തബറാനിയിലുണ്ട്. എന്തായാലും 2 സംഭവം തന്നെയാണെന്ന് വ്യക്തമാണ്. അനുഭവവും പൊരുളും മാറ്റം കാണുന്നുണ്ട്. ആദ്യത്തേത് ഏതന്നെയാണ്? ഇഫ്ക് തന്നെയാണ്. രണ്ടാമത്തതാണ് ഏത്? നുസൂലു തയമ്മും. മാലൻ്റെ പ്രശ്നം എന്നിൽ നിന്ന് നടന്നു. അങ്ങനെ പെഞ്ചല്ലി പറയുന്ന ആൾ പറഞ്ഞു നടന്നു. അങ്ങനെ ആ പ്രശ്നം കേട്ടടങ്ങി. അങ്ങനെ പിന്നീട് ഒരിക്കൽ ഞാൻ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പോകേണ്ടി വന്നു. എൻ്റെ മാല പൊട്ടി വീണു. മാല തിരഞ്ഞെടുത്തു. നാട്ടിലെത്താൻ വൈകി. ആരോ ഒരാൾ കൊണ്ടാക്കി കൊടുത്തു. നാട്ടിലൊന്നായിട്ട് പഞ്ചല്ലി വ്യാപകമായി. അത് കെട്ടടങ്ങി. പിന്നൊരു യുദ്ധത്തിൽ ഞാൻ ആരോടൊപ്പം പോയി, അവിടെയും മാല പൊട്ടി. മാല തെരഞ്ഞ് 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 മണിക്കൂറുകളോളം ജനങ്ങൾ തടഞ്ഞു നിൽക്കേണ്ടി വന്നു. നബിയുനാ റസൂലുള്ളാഹി തങ്ങളും എവിടെയും പോകാൻ കഴിയാതായി.
ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, കുഞ്ഞിമോളെ, ഓരോ പ്രാവശ്യവും നീ ജനങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാക്കിയല്ലോ, ജനങ്ങൾക്ക് ബലാഗല്ലേ ഇത്. ആ സമയത്തിതാ ആയത്തിറങ്ങുന്നു, ഈ രണ്ടാമത്തെ പോക്കിന് തയമ്മുമിൻ്റെ ആയത്ത്. തയമ്മുമിൻ്റെ ആയത്ത് മായിദയിലുമുണ്ട് നിസായിലും ഉണ്ട്. രണ്ടും തയമ്മുമിൻ്റെ ആയത്താണ്. മായിദ 6, നിസായി 43. രണ്ടും ആയത്തിൽ തയമ്മുമാണ്. നിസായി 43. ഫഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, തയമ്മുമിൻ്റെ ആയത്തിറങ്ങിയപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ച് പറയുന്നു, ഇന്നക്കി ല മുബാറകത്തുൻ, വല്ലാതെ അതിശയം തന്നെ, നീ ബറക്കത്താക്കപ്പെട്ട മകളാണ്. ഖബറാനി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗസ്വത്തു ബനിൽ മുസ്തലിഖിൽ 1, അതിൻ്റെ മുമ്പാണ് ദാത്തുൽ റിഖാ. ഖിസ്സത്തുൽ ഇഫ്കി അതിൻ്റെ മുമ്പല്ല. ദാത്തുൽ റിഖാ വരെ ഖിസ്സത്തുൽ ഇഫ്കി ഫി ഗസ്വത്തി ബനിൽ മുസ്തലിഖ്, ഖിസ്സത്തു തയമ്മും ഫി ഗസ്വത്തി ദാത്തുൽ റിഖാ. ഇങ്ങനെ വെച്ചാൽ മതി. ഇനി മാല കാണാതായ കണക്ക് പറയും. അത്തായിദാ കുഞ്ഞ, നാം ഏവരും എത്തിയപ്പോൾ ബൈദാവ് എന്ന സ്ഥലം. ബൈദാവ് എന്ന് പറഞ്ഞാൽ അഷറഫ്, ഉയരം കൂടിയ കുന്ന്, വളരെ ഉയരം കൂടിയ പീഠഭൂമി. ഖുദ്ദാമ ദിൽ ഹുലൈഫ. ഹജ്ജിനും ഉംറയ്ക്കും എഹ്റാം കെട്ടുന്ന ലോകപ്രസിദ്ധമായ കേന്ദ്രമില്ലേ, എഹ്റാം കേന്ദ്രം ദുൽ ഹുലൈഫ. മിൻ തരീഖ് മക്ക മിൻ മദീന, മദീനയിൽ നിന്ന് എങ്ങോട്ടുള്ള റോട്ടിൽ, മക്കയുടെ മദീനയിൽ നിന്ന് 450 കിലോമീറ്റർ, 10 കിലോമീറ്റർ താഴെ എത്തുമ്പോഴേക്ക് തന്നെ എന്ത് കിട്ടും? ദുൽ ഹുലൈഫ കിട്ടും. അവിടെ നിന്നല്ലേ എഹ്റാം കെട്ടിയിട്ട് മക്കയിലേക്ക് പോക്ക്. അവിടെ ആണോ എത്തിയത്? അല്ല, ദാത്തുൽ ജയ്സ് എന്ന സ്ഥലം. അത് റാവിയാണ് സംശയത്തിലായി പോയത്. എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആയിഷ ബീവി ആയിരിക്കും. ബുഖാരീൻ്റെ ശറയിൽ കിർമാനി ഇമാം പറയുന്നു, ആയിഷ ബീവിക്ക് തപ്പിപ്പോയി എന്ന്. ബൈദാഗാണോ ദാത്തുൽ ജയ്സാണോ എന്ന്. മറ്റു ചിലർ പറയുന്നത് റാവിക്കാണ് സംശയം വന്നത്. ആയിഷ ബീവി മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ടോ മാല എൻ്റെ മാല പൊട്ടിപ്പോയി. പൊട്ടിയിട്ടങ്ങ് വീണുപോയി മാല. ആ മാല കാനത്ത് മിൻ ജസ്ഇ ലിഫാർ എന്ന അബൂദാവൂദ് നസാക്കിയിട്ടുണ്ട്. ലിഫാർ എന്ന് പറഞ്ഞാൽ യമനിലുള്ള ഒരു നാട്. ലിഫാർ നാട്ടിലുള്ള ജസ് ആയിരുന്നു ഗോമേതകം, വേഡൂജ്യം, രത്നക്കല്ല്, അതിൽ കോർത്തിണക്കപ്പെട്ട മാലയാണത്. മാല ആയിഷ ബീവിക്ക് അങ്ങനെ ഒരു മാലയില്ല. എൻ്റെ മാല എന്ന് പറഞ്ഞത് എനിക്ക് ഉപയോഗിക്കാൻ കിട്ടിയ മാല. മുത്തുമാല എടുത്തു കെട്ടിയെന്നല്ലേ, ജ്യേഷ്ഠത്തിയായ അസ്മാ ബീവിയിൽ നിന്ന് വായ്പ വാങ്ങിയിട്ടാണ് എന്ന് ബുഖാരി നസാക്കി പറയുന്നുണ്ട്. സ്വന്തമായിട്ടില്ല, വല്ലാത്ത വിലമതിക്കുന്നുണ്ട് എന്ന് ഐനി അംദത്തുൽ ഖാരി പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് വെച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, സ്ത്രീകൾക്ക് ഭംഗിക്ക് വേണ്ടി എന്ത് വേണം? ആഭരണം വേണം. ജവാദ് ഇത്തിഖാദിൻ നിസായി. സഫറിലായാലും ആഭരണം ധരിച്ചുകൊണ്ട് തന്നെയാണ് പോക്ക്. ഊരിയിട്ട് പട്ടിയിലിടല. സ്വന്തം ഭംഗി കൂട്ടാൻ ഒന്നും ഇല്ലെങ്കിൽ വാങ്ങിപ്പിടിച്ചൂടെ? കൊണ്ടു കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ. എന്നിട്ടോ
فأقام رسول الله أقام لازمان أقام إقامة മുത്താറ്റിയല്ല തങ്ങി നിന്നു. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഇൽതിമാസിഹി മാല തേടുന്നതിൽ മാല തേടി 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 അനങ്ങാൻ കഴിയാണ്ടായി. തങ്ങളിവിടെ നിന്നോടെ ഈ ഞമ്മ പോയിക്കോളാം സഹാബത്ത് പറയോ? ഇല്ല, അവരും താമസിച്ചു. റസൂലുള്ളാഹി അവിടെ നിന്ന് പഠിക്കാനുള്ളത് തർക്കു ഇലായത്തിൽ മാൽ, ആയാ പൈസന്റെ മുതലും ഇതാക്കാൻ പാടില്ല. ഒരു പേന പോയി, ഒരു പെൻസിൽ പോയി, അല്ലെങ്കിൽ ഒരു റബ്ബർ പോയാൽ കിട്ടിയാലേ പോകുന്നുള്ളൂ എന്നാണ്, അല്ലേ പോണ്ട. പ്രസിഡന്റ് മുസ്ലിമീങ്ങളുടെ അവകാശം പരിഗണിക്കണം, വളരെ ചെറുതാണെങ്കിലും. വേഗം പോയി കഴിഞ്ഞാൽ പിന്നെ പ്രജകളും പോകാൻ തുടങ്ങും, പിന്നെ ഇതിനൊന്നും നോട്ടയില്ലാണ്ടാവും. പിന്നെ അതുപോലെ നമസ്കാരം കുടുങ്ങിപ്പോയ ഏമൻ ചെയ്യേണ്ടി വന്നാൽ പ്രശ്നമില്ല, എന്നെല്ലാം കിട്ടൂലേ അവിടുന്ന്. വലൈസു അലാമായി, അവർ ആരും തന്നെ വെള്ളത്തിൻ്റെ അടുത്തല്ല. മാത്രവുമല്ല വലൈസ മാഹുമാവും, അവർ കൊണ്ടുപോയ വെള്ളം ഉണ്ടാ. ഫാത്തന്നാസു ഇലാ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, വൈസ് പ്രസിഡന്റായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ സമീപിച്ചു. അതെ, സ്ത്രീകള് പിതാവുണ്ടെങ്കിലും പിതാവിനോടാണ് പറയേണ്ടത്, സൗജുണ്ടായാലും, അല്ലേ? സിദ്ദീഖുൽ അക്ബർ തങ്ങളെ സമീപിച്ചത് എന്താ? നബിതങ്ങളുടെ നേരെ കയറണ്ട, അവർ ഉറങ്ങുന്നുണ്ടെങ്കിൽ വിശ്രമിക്കുന്നുണ്ടെങ്കിൽ ബേജാറാക്കണ്ട, അതവ് പാലിച്ചത്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഉണർന്നിട്ട് തന്നെ അവിടെ ഉണ്ട്, വെള്ളമില്ല. ഫഖാലു അലാ തറാ, സിദ്ദീഖ് എന്നവരെ നിങ്ങൾ കണ്ടില്ലേ? മാ സനാഅത്ത് ആയിഷത്തു, നിങ്ങളുടെ മകൾ ആയിഷ ബീവി എന്താ കാട്ടിക്കൂട്ടിയത്? എന്താ അനർത്ഥം? എന്താ? അഖാമത്ത് ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി ഇവിടെ തങ്ങി നിൽക്കേണ്ടി വന്നു. ആരുമായിട്ട്? വബിന്നാസ് വലൈസു അലാമായി വലൈസ മാഹുമാവും. കാലത്ത് ഇത് കേട്ട മാത്രയിൽ ആയിഷ ബീവി പറയുന്നു, ഫജാ അബൂബക്രിൻ, എൻ്റെ നേരെ കുതിച്ചു പാഞ്ഞു, ചവിട്ടിയില്ലേ? എന്താ കണ്ട കാഴ്ച കണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാളിയുൻ റസൂഹു അലാ ഫഖദി ഖദ്നാമ, ഈ സമയത്തൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുകയായിരുന്നു എൻ്റെ ഫഖദിന്റെ മേലെ. ഫഖാല ഹബസ്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖുൽ അക്ബർ ശകാരിച്ചു. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടഞ്ഞു നിർത്തി. വന്നാസ, ഏത് സ്ഥിതിയിൽ? വലൈസു അലാ മായിൻ, കൂടാതെ വലൈസ മാഹും ആവും. കാലത്ത് ആയിഷത്തു ഫാതബനി അബൂബക്കർ റളിയല്ലാഹു, എന്നെ ചീത്ത പറഞ്ഞു. ആര്? എൻ്റെ പിതാവ് എന്നെന്താ പറയാത്തത്? സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കോപവും ആ അനുഭവവും നോക്കുമ്പം ആരാണ് ഇത് തോന്നുന്നില്ല? കാരണം കൗല് മാത്രമല്ല ഫീലും ഉണ്ട് എന്നാണ്. അപ്പോൾ അജ്നബീൻ്റെ കളിച്ചത് കൊണ്ടുപോലും കണ്ടാ. അതുകൊണ്ട് തന്നെയാണ് നേരത്തെയും പറഞ്ഞത് ഫജാ അബൂബക്കർ എന്നാ പറഞ്ഞത്. ഫജാ അബി എന്ന് പറഞ്ഞാ ഫജാല ആരംഭിച്ചു എന്നർത്ഥം. കാണത്തക്ക കുത്താണെങ്കിൽ തഅന യതുഉനു എന്നാണ്, കുറ്റം പറയലാണെങ്കിൽ യത്അനു എന്നാണ്. കാണാനുണ്ടാവും, കുത്ത് കാണണം. ഇവിടെ യതുഉനു എന്ന് വായിക്കണം. കുത്തങ്ങനെ വീണിട്ടുണ്ട്. ബിയദിഹി ഫീ ഖാസിറത്തി എൻ്റെ നടുപ്പുറത്ത്. അപ്പോൾ തഹ്ദീബുർ റജുലി ബിന്ദഹു കിട്ടി.
പുരുഷന് അമ്മച്ചൻ കാക്കാക്ക് കയറിയിട്ട് ആരെ നിലക്ക് നിർത്താം മകളെ അതിർത്തിൽ ആരുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതൊന്നും പ്രശ്നമില്ല. പാഠം പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണെന്ന്. ഫലാ യംനഉനി മിനത്തഹറുക്കി, കീഞ്ഞ് പായലിനെ തൊട്ട് എന്നെ തടഞ്ഞിട്ടില്ല. ഇല്ലാ മക്കാൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതല്ലാതെ മക്കാൻ എന്ന് പറഞ്ഞാൽ കൗ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായത് കൊണ്ടല്ലാതെ, നബിതങ്ങൾ സ്ഥലം പിടിച്ചത് കൊണ്ടല്ലാതെ ഞാൻ ഭയാതിരുന്നിട്ടില്ല. മക്കാൻ ബഹുമാനം എന്നല്ല, കൗ കൗ നബിതങ്ങൾ ഉണ്ടല്ലോ എൻ്റെ മടിയിൽ, അതുകൊണ്ട് എനിക്ക് കുടഞ്ഞു പോയാൻ പറ്റോ? ഇല്ല. ഫനാമ റസൂലുള്ളാഹി ഹത്താ സുബഹ അലാ ഗൈരി മായിൻ. അലാ ഗൈരി മായിൻ എന്ന് പറഞ്ഞത് നാമയിലേക്കും അസ്ബഹിലേക്കും രണ്ടും വ്യാപിക്കും. നബിതങ്ങൾ ഉണർന്നു നോക്കുമ്പോൾ സുബിഹി ആയിട്ടുണ്ട്. അംർ ഇബ്നുൽ ഹാരിസ് എന്നവർ അങ്ങനെയാ സമർത്ഥിക്കുന്നു. ഇസ്തൈഖള, നബിതങ്ങൾ ഉണർന്നു നോക്കുമ്പോഴേക്ക് വഹദറത്തി സുബ്ഹു, സുബ്ഹിന്റെ ടൈം ആയിട്ടുണ്ട്. വലം യജിദ് മാഗൻ, എന്താ അപ്പൊ തഹജ്ജുദ് കട്ടായി എന്ന് വരും. അതിനെ തൊട്ട് കാക്കാൻ വേണ്ടി ചിലർ പണിപ്പെട്ടു. അസ്ബഹയിലേക്ക് മാത്രം ഉറങ്ങേണ്ട പോലെ ഉറങ്ങി. തഹജ്ജുദ് എല്ലാം കഴിഞ്ഞിട്ട് വയ്യ സ്വബീക്ക് ഇനി എണീക്കണ്ടേ, തഹജ്ജുദ് കഴിഞ്ഞിട്ട് ഇനി ഉറങ്ങുമല്ല. ആണീച്ച് നോക്കുമ്പോഴേക്ക് എന്ത് കാണുന്നില്ല? വെള്ളമില്ല. കണ്ട വസ്തദല്ലബില്ല അവ്വലി അലാ തർക്കി തഹജ്ജുദ് ഫി സഫർ ഇൻ സബത അന്നഹു കാന വാജിബൻ അലി. നബിതങ്ങൾക്ക് തഹജ്ജുദ് വാജിബല്ലേ. അപ്പൊ സഫറിൽ ഗതിമുട്ടിയാൽ ഉപേക്ഷിക്കുന്ന എന്തില്ല? പക്ഷെ മറ്റുള്ളവർ പറയുന്നത് അങ്ങനെയല്ല. തലബുൽ മായി വാജിബും ലാ ഖബ്ലഹു, വെള്ളം തേടി 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 അന്വേഷിക്കൽ എപ്പാ ഉജൂബ്. സുബൂഹൊന്നും കാണുന്നുണ്ട്, വെള്ളം തേടി എത്തിച്ചില്ല അംർ ഇബ്നുൽ ഹാരിസ് എന്നവർ അവകാശപ്പെടുന്നുണ്ട്. ഇപ്പം എന്തേ രാവിലെയാന്ന് ഇതെല്ലാം. അതുവരെ ഒറ്റ ഉറക്കുറങ്ങിയെന്ന്. എന്നിട്ടോ ഫഅൻസലല്ലാഹു തആല ആയത്ത തയമ്മും, തയമ്മുമിൻ്റെ ആയത്തിനിറക്കി. ഇതിൽ നിന്ന് കിട്ടുന്നത് അവർക്ക് തയമ്മത്തിൻ്റെ വിധിയാണ് ഇപ്പം അറിയിപ്പ് കിട്ടിയത്. കാരണം ഒന്നുവിന് വേണ്ടിയിട്ട് ഒരു തെണ്ടി നോക്കിയല്ല, ഒന്നും ചെയ്യണ്ടേ ഒന്നും ചെയ്യണ്ടേ. അപ്പൊ ഒന്നുവിനെ പറ്റി ആദ്യ ഇൽമുണ്ട്, എന്തേ അറിയാൻ ബാക്കി. ഫഅൻസലല്ലാഹു തആല ആയത്ത തയമ്മുമി എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? ബുഖാരി ഇമാം അവകാശപ്പെടുന്നു ഫതയമ്മു സഈദൻ തയ്യിബൻ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീക്കും മിൻഹു എന്ന് സൂറത്തുൽ മാഇദ 6-ാമത്തെ ആയത്ത് അല്ലാഹു തആല ഇറക്കി തൻസീസാക്കി പറഞ്ഞു. ആയത്തു തയമ്മും എന്ന് പറഞ്ഞാൽ പോരാ, മനിയുണ്ട് ആയത്തു തയമ്മും. ഈ ഇറങ്ങിയത് ഏതാന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയറോ? ഏതാ? മാഇദ. ഖുർത്തുബി ഇമാം പറയുന്നല്ലേ അല്ല എന്നാണ്. ഫതയമ്മു സഈദൻ തയ്യിബൻ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീക്കും, സൂറത്തുൻ നിസാ 43. വുളൂ പണ്ടേ വാജിബാണ്, ഇതൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ടല്ലേ വെള്ളമില്ല എങ്ങനെ വുളൂ ചെയ്യൽ എന്നവർ ചോദിച്ചത്. അപ്പൊ ഇനിയും ഈ വുളൂവിനെ സംബന്ധിച്ചുള്ള പരാമർശം ഇതിൻ്റെ കൂടെ അടിച്ചത് എന്തിനു? പിന്നെ വെറും തയമ്മമല്ലേ പറയേണ്ടത്. വുളൂവിൻ്റെ നിയമം വുളൂവിൻ്റെ നിയമമായിട്ട് തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടിക്കോളിയും തയമ്മത്തിൻ്റെ വിധിയും. അപ്പം അങ്ങനെ ഒന്ന് റിവേഴ്സ് എടുത്തത്. അതുകൂടാതെ ആദ്യകാലത്ത് ഒന്ന് മുറിഞ്ഞാലും ഇല്ലെങ്കിലും ഓരോ നമസ്കാരത്തിനും എന്ത് ഫർളാണ്? തയമ്മുമിനായത്ത് ഇറങ്ങിയിടം മുതൽ ഒന്ന് മുറിഞ്ഞെങ്കിലേ എന്ത് വേണ്ടു? ഒന്ന് മുറിയാത്ത കാലത്തോളം പണ്ടേ തോന്നു മതി എന്നുള്ളൊരു പുതിയ അറിയിപ്പായി. ആവൂല അല്ലേ? പിന്നെ ഇങ്ങനെയും വെക്കാം, ഒന്നുവിൻ്റെ ആയത്ത് പണ്ടേ ഇറങ്ങി, അതിൻ്റെ കൂടെ കുറച്ചും കൂടി വയ്യ ഇറങ്ങി തയമ്മത്തിൻ്റെ ജുംല. അങ്ങനെയാകാം. അതൊരു കണക്കില്ല പോലും. അത് ലൈഫാന്ന് പറയുന്നു അഭിപ്രായം. ഇരുന്നില്ലേ? ആ സമയത്ത് ഫഖാല ഉസൈദ് ബിനുൽ ഹുദൈർ, ഉസൈദ് ബിനുൽ ഹുദൈർ
റളിയല്ലാഹു അൻഹു പറയുന്നു. എന്താ ഓർ പറയേണ്ട ആവശ്യം? ഓറാണ് റൗസ് മംബൂസ ഫി തലബിൽ ഇഖ്തി. മാല അന്വേഷണ കമ്മിറ്റിയിൽ ഏറ്റവും വലിയ നേതാവാരാണ്? ഉസൈദ് ബിനുൽ ഹുദൈർ. ഓർ വിളിച്ചു കൂവി, മാഹി അബി അബ്ബലി ബറകത്തിക്കും യാ ആല അബീ ബക്കർ, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കുടുംബമേ, ഇത് നിങ്ങളിൽ നിന്ന് ആദ്യം കിട്ടുന്ന ബറക്കത്തല്ലേ? അല്ല, മുമ്പും കിട്ടിയിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് ഗുണം. അപ്പൊ സംഭവം രണ്ടാമത് കിട്ടുന്നുണ്ടല്ല, എത്രയും കിട്ടിയിട്ടുണ്ട്. ഇഫ്ക് സംഭവത്തിൽ ഭൂലോകം മുഴുവനും ഞെട്ടിപ്പോയില്ലേ? മുസ്ലിം സമുദായത്തിന് പേരും പ്രശസ്തിയും വന്നുപോയല്ല. നിങ്ങളെ കൊണ്ട് കിട്ടുന്ന ആദ്യത്തെ ബർക്കത്തല്ലേ ഇത്? കാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഫബയസ്നൽ ബൈറ, നമ്മൾ ചലിപ്പിച്ചു ഒട്ടകത്തെ, അല്ലദീ കുന്തു അലീഹി, ആ ഒട്ടകപ്പുറത്താണ് ഞാനുണ്ടായത്. ഫവജദ്നൽ ഇഖ്ദ തഹ്തഹു, നമുക്ക് നമ്മളെ അടുത്ത് തന്നെ ഉണ്ട്. കുറച്ചങ്ങ് മുന്തി നോക്കുമ്പോൾ അമാരെ കിട്ടിയ അനുഭവം പറഞ്ഞത് അല്ലേ? ഉസൈദ് എന്നവർ പറഞ്ഞ വാക്ക് മാറ്റമുണ്ട്. ജസാക്കില്ലാഹു ഖൈറാ, അല്ലാഹു തആല ആയിഷ ബീവിക്ക് ഖൈർ നൽകട്ടെ. ഫവല്ലാഹി മാ നസല ബികി അംറു, നിന്റെ കാരണം കൊണ്ട് ഇറങ്ങുന്നില്ല ഒരു കാര്യം, തക്റഹീനഹു, നീ വെറുക്കുന്ന ഒരു കാര്യം, ഇല്ലാ ജഅലല്ലാഹു ലക്കി വലിൽ മുസ്ലിമീന ഫീഹി ഖൈറാ, എന്താ അല്ലാഹു തആല ആക്കിയിട്ടല്ലാതെ നിങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും ഖൈർ വെച്ചിട്ടല്ലാതെ. ബുഖാരിയിലുണ്ട്, ഇല്ലാ ജഅലല്ലാഹു ലക്കി മിൻഹു മഖ്റജൻ, അല്ലാഹു തആല ആക്കിയിട്ടല്ലാതെ താങ്കൾക്ക് പോംവഴി. വജഅല ലിൽ മുസ്ലിമീന ഫീഹി ബർക, അതിൽ വെച്ചിട്ടല്ലാതെ മുസ്ലിമീങ്ങൾക്ക് ബർക്കത്തിനെ. മാ അഅ്ളമ ബറകത ഖിലാദതികീൻ, മാ അഅ്ളമ ബറകത ഖിലാദതികി, നിന്റെ മാലന്റെ ബറക്കത്ത് എത്ര മാത്രമാണ് എന്ന് നബി തങ്ങൾ ചോദിച്ചില്ലേ? അല്ലേ? എന്നിട്ട്